നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശി സ്ഥിതി ഫലങ്ങളിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി. ദൈവാധീനം ഗുണകരമായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം 3 കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിലൊന്ന്, ചെയ്യുന്ന ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ചെറിയ ബിസിനസ് ആയിരുന്നാലും വലിയ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ ആയിരുന്നാലും ശരി തന്നെ, കൂടുതൽ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊണ്ട് പാർട്ട്ണർഷിപ്പ് ആ തരത്തിലോ വികസിപ്പിക്കുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ബ്രാഞ്ചസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ഇൻ്റർവ്യൂ, ടെസ്റ്റ്, മറ്റു കാര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നവർക്ക് സെലക്ഷൻ്റെ മെമ്മോ വരാനുള്ള അനുകൂലം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗുണപ്രദമായി വരുന്ന സമയമാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിൽ കാലാനുസൃതമായിട്ടുള്ളൊരു മാറ്റം ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി വരുന്നതിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സാമ്പത്തിക മെച്ചവും സ്ഥാനക്കയറ്റവും ഉൾപ്പെടെ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളിൽ വരുന്നതോടൊപ്പം തന്നെ ചലഞ്ചസും ഉണ്ട്, എതിർപ്പുകളെന്ന് വേണമെങ്കിൽ. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന, അതായത് മുന്നോട്ട് പോകുമ്പോൾ വരാവുന്ന തടസ്സങ്ങൾ മറികടക്കണം. അപ്പോൾ ആ വിഘ്നങ്ങൾ മറികടക്കാൻ വിഘ്നേശ്വരൻ, മഹാവിഘ്നേശ്വര ഭഗവാൻ ഒരു 7 വ്യാഴാഴ്ച കറുകമാല ചാർത്തി 7ാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമം നടത്തുന്നത് വളരെ വിശേഷം. വിഘ്നങ്ങൾ മാറാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഈശ്വര ആനുകൂല്യം കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവപ്പെടുന്നവരെ സംബന്ധിച്ചോളം, അതിര് തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ഓരോ കാര്യത്തെ ചൊല്ലിയിട്ടുള്ള സാമ്പത്തികമായിരിക്കാം മുഖ്യം. അതോടൊപ്പം ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന വിശ്വാസക്കുറവ്, സ്നേഹക്കുറവ്, ആത്മാർത്ഥത കുറവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ പിരിമുറുക്കങ്ങൾ നമ്മുടെ ഉറക്കത്തെയും ഭക്ഷണത്തെയും ഒക്കെ ബാധിക്കും. ചില സമയത്ത് വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മാറേണ്ട കാര്യമില്ല. ഈ വക പ്രശ്നങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നതിന് സ്വല്പ കാലതാമസം ഉണ്ടാകും. കാരണം ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന നുണയും പാരവെപ്പും തെറ്റിദ്ധാരണ പരത്തലും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അധികവും. പിന്നെ സാമ്പത്തിക കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ആ റോളിംഗ് ശരിയാവാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാകാം. ഇവിടെയെല്ലാം നമ്മൾ സാക്ഷാൽ വിഷ്ണു ഭഗവാന്, ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണം. അതിന് വിഷ്ണു ഭഗവാന് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഗൃഹത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുകയോ, അഷ്ടലക്ഷ്മി കവച മന്ത്രം ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. അത് 41 ദിവസം അത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. അതോടൊപ്പം അകന്നു കഴിയുന്ന ചില കാര്യങ്ങൾക്ക് ആ അകൽച്ച മാറി അടുത്ത് വരാനുള്ള സന്ദർഭം ഗുണകരമാവും. അതായത് ഫ്രണ്ട്ഷിപ്പിൽ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവർ, ബന്ധങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ഉണ്ടായ പ്രശ്നങ്ങൾ നിൽക്കുന്ന അവസരത്തിലൊക്കെ ഉണ്ടാകുന്ന ആ മാനസിക സംഘർഷവും തെറ്റിദ്ധാരണയും മാറി വീണ്ടും ഒരു നമ്മുടെ ഭാഗത്തേക്ക് ചിന്തിച്ച് തെറ്റിദ്ധാരണയും അപകർഷതാബോധവും, അതൊരു കുറച്ചിൽ അല്ലെങ്കിൽ ഒരു ഈഗോ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ പോലും അത് മാറി നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട്
സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകത്തിന് ഒരു 11 ദിവസമെങ്കിലും കൊടുത്താൽ വളരെ വിശേഷം. ഈ വക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്തി മുന്നോട്ട് പോകാൻ പറ്റും. ഡിവോഴ്സിനെ പറ്റി വരെ ചിന്തിക്കുന്നവർക്കും, അല്ലെങ്കിൽ ആ തരത്തിൽ ഇനി പറ്റില്ല വേണ്ട എന്ന് വെക്കാനുള്ള സാഹചര്യങ്ങൾ പോലും തിരിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ സഹിച്ച് മുന്നോട്ട് വരാനുള്ള ഈശ്വരാനുഗ്രഹം അനുകൂലമാകുന്ന സമയമാണ്. എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ള ഒരു വാശി മാറി കാര്യങ്ങൾ മറുഭാഗത്ത് നിന്നും കൂടെ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. അതേസമയം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, നാട്ടുകാരാകാം, എന്തായിരുന്നാലും ശരി തന്നെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കാണ് ഇല്ലാത്ത സമയവും സാമ്പത്തികവും മുടക്കി ആരോഗ്യവും ശ്രദ്ധിക്കാതെ നമ്മൾ പോകുന്നതിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ അതിനി നീറി വലുതാകാൻ പാടില്ല. നമ്മുടെ കാര്യത്തിനും നമ്മുടെ വീട്ടുകാര്യത്തിനും നമ്മളേ ഉള്ളൂ. അപ്പം അതിന് കുറച്ച് സമയവും അതനുസരിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കാനും പങ്കിടാനും നമ്മൾ തയ്യാറാകുക. നമുക്ക് നമ്മളേ ഉള്ളൂ. ഈ പറഞ്ഞവരാരും ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകാൻ, സഹായിക്കാൻ, കൂടെ നിൽക്കാൻ, ഉണ്ടാകാൻ കാണില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കണം. പലിശ കൊടുക്കാൻ വേണ്ടി ചിലപ്പം പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരും. പണ്ടം വരെ പണയത്തിലിരിക്കുന്ന അവസ്ഥ. ഈ സമയത്തും നമ്മുടെ മനോഗതിയും നമ്മളുടെ പെരുമാറ്റവും മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ, ഇതെല്ലാം അഭിനയിക്കുകയാണ്, ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും വേണ്ടതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ധാരണ. യഥാർത്ഥ അവസ്ഥ നമുക്കേ അറിയാം. ഇവിടെ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടക്കേണ്ടത് തടസ്സപ്പെട്ട് നിൽക്കുന്നത് അനുകൂലമായിട്ട് വന്ന് നടക്കാനുള്ള സാഹചര്യം ഒത്തുവരികയാണ്. ഒരു പരിധിവരെ കുറച്ച് കാര്യങ്ങൾ അതിൽ നമുക്ക് ഗുണവും സഹായവും സാമ്പത്തിക മെച്ചവും ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ശിവഭഗവാൻ ജലധാരയും പുഷ്പാഞ്ജലി ഒരു 5 തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം അഘോര കവചിത മന്ത്രം എഴുതി പൂജിച്ച് അടച്ച് ധരിക്കുന്നത്, ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കിടക രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും കുടുംബത്തെയും വലയ്ക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് 2 ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞു. അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധനം എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള ശത്രുദോഷം എന്ന് പറയും, വൈരാഗ്യം എന്ന് പറയാം. അതിൽ മൂലമുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി. ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം, പുറത്തുള്ള ശത്രുദോഷത്തിൻ്റെത് വന്ന സമയത്ത് ഗൃഹത്തിൽ 2 തവണ വീഴ്ച, ആക്സിഡൻ്റായി. ആർക്ക് ആണെന്ന് വെച്ചാൽ നമുക്കാകാം, വൈഫിനാകാം, കുട്ടികൾക്കാകാം, അമ്മയ്ക്കാകാം, അച്ഛനാകാം. ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല. ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ വാഹന അപകടം എന്നുള്ളത് മാത്രമല്ല, പടി ഇറങ്ങുമ്പോൾ വീഴുക, ബാത്റൂമിൽ തലചുറ്റി വീഴുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പ്രധാനമായിട്ടും ഉപചാര സമർപ്പണ ക്രിയ ചെയ്യണം. കുടുംബ ദേവാലയത്തിൽ അതിൻ്റേതായിട്ടുള്ള സമർപ്പണം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഈശ്വരാധീനം ഏറ്റവും വരേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ തെക്കതിലെ അല്ലെങ്കിൽ ഉപചാര സമർപ്പണത്തിൽ കൂടിയാണ്. അതിനെന്താണ് വേണ്ടെന്ന് വെച്ചാൽ അവരവരുടെ ആചാരരീതി അനുസരിച്ചിട്ട് അത് ചെയ്യാം. ജീവിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇനിയും വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സന്ധിവേദനകൾ കൂടുതൽ വരുന്ന സമയമാണ്. മുട്ടുവേദന, ഉപ്പൂറ്റി വേദന, പെടലി വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതോടൊപ്പം ദഹനക്കുറവിൻ്റേതായുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴും അലട്ടാറുണ്ട്. ഇതിന് ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വളരെ ഉചിതമായിട്ടുള്ള സമയം. പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് എക്സാം, പരീക്ഷാ വേളകളിൽ ചില പ്രതിസന്ധികളും ടെൻഷനും ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
എന്നെക്കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ, അത് തരണം ചെയ്ത് നല്ല വിജയം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നീറ്റ് മറ്റ് ആ തരത്തിലുള്ള എൻട്രൻസ് എക്സാമിലേക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ഭാഗത്തുനിന്ന് എതിർപ്പുകളും ഇത് തടസ്സപ്പെടുത്തി നമ്മളെ പരാജയത്തിലേക്ക് നയിക്കാനുള്ള രീതിയിലുള്ള ചില അസൂയാലുക്കളുടെ പ്രശ്നങ്ങൾ. അതിൽ നമ്മളുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഏകാഗ്രതയും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം വലിയൊരു സ്വപ്നമാണ് ആ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നമ്മുടെ പ്രൊഫഷണലിസത്തിലേക്ക് വരേണ്ട ആവശ്യകത നമുക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, നാട്ടിനും കൂടി അത് ആവശ്യമായിട്ട് സമയം. അപ്പം നിയോഗം എന്നുള്ളത് ഈ ചിങ്ങൻ രാശിയെ സംബന്ധിച്ചോളം മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പം ഇവിടെ മാതാപിതാ ഗുരു ദൈവം ഈ ഈശ്വരാനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പം ദൈവാധീനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഗുരുത്വത്തോടു കൂടി കാര്യങ്ങളും കൂടി ചെയ്യണം. ഇവിടെ ഈ ഗുരുകടാക്ഷം നമുക്ക് അനുകൂലമായിട്ട് വരുന്നതിന് വേണ്ടി ശിവ ഗുരുപാദം ഗൃഹസ്ഥാനത്ത് വച്ച് അതോടൊപ്പം പഞ്ചമ ശുദ്ധി ചെയ്ത് പാല്, കരിക്ക്, പനിനീരല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഭസ്മം തുടങ്ങിയുള്ളത് 5 ദിവസം ഭഗവാന് അഭിഷേകം നടത്തുന്നത് ശിവഭഗവാൻ വളരെ വിശേഷമാണ്. നല്ല മാറ്റമാണ്. അത് 5 തിങ്കളാഴ്ചയായിട്ട് ചെയ്താലും മതി. ഓരോന്നും ഓരോ ദിവസമായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യം. ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. സന്താനഭാഗ്യത്തിന് തടസ്സങ്ങളുണ്ടായി. പല ട്രീറ്റ്മെൻറ്റ് 2 വർഷമായി, 4 വർഷമായി, 7 വർഷമായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം, പക്ഷെ നടക്കുന്നില്ല. ഇപ്പം ഈ തടസ്സം മാറി ഒരു ഉത്തമ സന്താന യോഗത്തിനുള്ള ഈശ്വരാധീനം ഈ രാശിസ്ഥിതിയിൽ കാണുന്നുണ്ട്. ഇവിടെ വ്രതശുദ്ധിയോടുകൂടി ഭാഗ്യസൂക്ത ഹോമം ഗൃഹത്തിൽ വച്ച് ചെയ്ത് ആ ഹോമാഗ്നിയിൽ നിന്നും കിട്ടുന്ന സമ്പാദം വ്രതശുദ്ധിയോടുകൂടി 11 ദിവസം 2 പേരും കഴിക്കാം. സന്താന ഭാഗ്യയോഗം 3 മാസത്തിനകത്ത് തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സന്തോഷം നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗമുണ്ട്. അതുപോലെ രണ്ടാമതൊരു സന്താന യോഗത്തിന് താല്പര്യപ്പെട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഇവിടെ 11 ദിവസം മഹാരുദ്രേശ്വരി കലശം ഗൃഹത്തിൽ വെച്ചിട്ട് നാരങ്ങ വിളക്ക് കത്തിക്കണം. ചൊവ്വയും വെള്ളിയായിട്ട് 11 ദിവസം ചെയ്യും. ആ 11 ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ടാമതൊരു സന്താന ഭാഗ്യ യോഗത്തിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരും. ഗൃഹത്തിൽ വാസ്തുദോഷമുണ്ടെങ്കിൽ വാസ്തു ബലി ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം എന്ത് വന്നാലും തങ്ങുന്നില്ല, ഇരട്ടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഒരു മനസ്സിന് സ്വസ്ഥത. ഇവിടെ വാസ്തുവിൻ്റെ ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഈ സമയത്താണ്. വളരെ വിശേഷമായിട്ടുള്ള അനുകൂല യോഗങ്ങൾ നമുക്ക് ഗൃഹത്തിലെല്ലാവർക്കും സ്ഥായിയായിട്ട് ഉണ്ടാകാൻ ദൈവാധീനം കാണും. വിശാഖത്തിക്കാല്, അനിഴം, ചിത്തിരത്തര, ചോതി, വിശാഖത്തിമുക്കാൽ തുലാം രാശി. ആ തുലാം രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. ജാമ്യം നിൽക്കുക, ബാങ്ക് ലോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തലവേദനയും തിരിച്ചടിയും വരാനുള്ള സാഹചര്യം കൂടുതലാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെട്ടിലായിപ്പോകും. അതോടൊപ്പം തന്നെ വിവാഹ പ്രപ്പോസലുകൾ പലതും വരുന്നു, നീണ്ടു പോകുന്നു, ഒന്നും ഉറയ്ക്കുന്നില്ല. നമ്മുടെ വീട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒത്തിണങ്ങി പോകുന്ന സ്വഭാവശുദ്ധിയുള്ള നല്ലൊരു ബന്ധം, നല്ലൊരു ഫാമിലി ബന്ധം, ഇത് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതിൽ 2 പ്രപ്പോസൽ സ്വന്തക്കാർ വഴിയും അല്ലാതെയും വരാനുള്ളതിലൊന്ന് ഉറയ്ക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാൻ വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. തടസ്സങ്ങൾ മാറി നല്ല ബന്ധം നടക്കാൻ, എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല, നല്ല ബന്ധം നടക്കാൻ ഈശ്വരാധീനം അനുകൂലമാണ്. രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം തുലാം രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നീണ്ടു പോകുന്ന അവസ്ഥ. സിവിൽ കേസായിരുന്നാലും ക്രിമിനൽ കേസിലായിരുന്നാലും വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും കുറച്ച് നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. വക്കീലിനെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയം വന്നെടുത്താലേ നമുക്ക് ശരിയായ വിധി അനുകൂലമായിട്ട് വരും. വിശാഖത്തിക്കാൽ, അനിഴം, തൃക്കേട്ട, വൃശ്ചിക രാശി. ഇവിടെയും വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിൻ്റെതായുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നെങ്കിൽ അതിന് മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. അതോടൊപ്പം ചില മേഖലയിൽ സക്സസ് ആയി നിൽക്കുന്നവർക്ക്
പഠിച്ച രീതിയിലനുസരിച്ചിട്ട് ജോലി കിട്ടില്ല. പക്ഷെ വേറെ ജോലിയിൽ കയറേണ്ട സാഹചര്യവും വരും. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. കാരണം പ്രൊമോഷൻ വരുന്നതിനെക്കാട്ടിയും വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുക എന്നുള്ളതാണ് ബുദ്ധി. അത് IT മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും അതാണ് ശരി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടതും നടപ്പിലാക്കേണ്ടതും അനുഭവിക്കേണ്ടത്. ഇവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. മകയിരം, തിരുവാതിര, ഉത്രട്ടാതി, ചതയം ഈ നക്ഷത്രക്കാരുടെ വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ ശരിയായുള്ള പൊരുത്തം അനുകൂലമായിട്ടുണ്ടെങ്കിലേ നടത്താൻ പാടും. കാരണം സന്താന ഭാഗ്യത്തിന് മറ്റു കുടുംബകാര്യങ്ങളെ അത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ പൊരുത്തം അനുകൂലമായി വരണം. ഇവിടെ ബന്ധു വഴിയുള്ള ഒരു പ്രപ്പോസൽ വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അത് ആലോചിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടേ നമ്മളതിൽ തലവയ്ക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ അത് വളരെ ലോസായിട്ടുള്ള പ്രശ്നങ്ങൾ നാളെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനുരാശി. ഇവിടെ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അതെല്ലാം നടക്കും. സ്വന്തം കാര്യമാണ് തടസ്സം. അതിൽ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇവിടെ +2 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും കൺഫ്യൂഷൻ പല സമയത്തും വരും. എറണാകുളത്ത് പോകണം, ബാംഗ്ലൂർ പോകണം, കാനഡയിൽ പോകണം, UK പോകണം, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ചെയ്തിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ സുഹൃത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് മാറി മറിഞ്ഞു ചിന്തി സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയം നമുക്ക് തന്നെ. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലോസ് വീണ്ടും നമ്മളായിട്ട് വരുത്തി വെക്കാൻ പാടില്ല. ദിശാബോധം അത് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തണം. ഡെസ്റ്റിനി ഡ്രീം എന്നുള്ളത് അനുകൂലമായിട്ട് നമ്മൾ നിഷ്കർഷയോടുകൂടി പോയാലേ അവിടെ എത്തിച്ചേരാൻ പറ്റും. ഇല്ലെങ്കിൽ തളർന്നു പോകും, അല്ലെങ്കിൽ മാറി നമ്മൾ നടന്നു പോകും. അത് വരാൻ പാടില്ല. ഇവിടെ ചില ശത്രുദോഷങ്ങൾ, അസൂയാലുക്കളുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. തടസ്സപ്പെടുത്താൻ ഉപദേശവും നിർദ്ദേശവും തരാൻ എളുപ്പമാണ്, നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. അപ്പം അതിനുള്ളൊരു ആർജവത്വം വേണം. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. ഈ കൺഫ്യൂഷനുകൾ, ദേഷ്യങ്ങൾ, ടെൻഷനൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകര രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട്. ഗൃഹം മാറണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുന്നവർക്ക് മാറാൻ അനുകൂല സമയമാണ്. റെൻറ്റിൽ താമസിക്കുന്നവർക്കും ചില കാര്യങ്ങൾ ചിന്തിച്ച് മാറാനുള്ള സാഹചര്യം നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗമുണ്ട്. വാഹനം പുതുതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങിക്കാനോ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല 2-3 കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി സക്സസ് ആയിട്ട്, സെയിലായിട്ട് അല്ലെങ്കിൽ എഗ്രിമെൻ്റായിട്ട് വരാനുള്ള സാഹചര്യം ഉടനടി കാണുന്നുണ്ട്. ഇവിടെ അയ്യപ്പന് ശാസ്താവിങ്കൽ അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച, ശനിയുടെയും രാഹുവിൻ്റെയും മൗഢ്യം ബാധിക്കാൻ പാടില്ല. കാരണം കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ കാരണം നമ്മളും കൂടെ വെട്ടിലായി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ആ തകർച്ച നമ്മളെ ബാധിക്കാറില്ല. എള്ളുകിഴി നീരാഞ്ജനം ശനിയാഴ്ച തോറും 8 ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാല്, കുംഭരാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ പറയാം. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ നിവർത്തി വരാതെ ദുർഭരണപ്പെട്ട ശാപപാപദോഷങ്ങൾ കുടുംബത്തിൽ പൂർവികമായിട്ടുണ്ടായിരിക്കുന്നത് പരിഹരിച്ച് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നെ മറന്നു എന്നുള്ള ചോദ്യം, അതൊരു കന്നി കുഞ്ഞിൻ്റെ ആയിരുന്നാലും ശരി തന്നെ, മുതിർന്ന ആളുണ്ടായിരുന്നാലും ശരി തന്നെ, അമ്മ വഴിയുള്ളതായിരുന്നു, അച്ഛൻ്റെ വഴിയായിരുന്നു. അതിന് ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് തിലഹോമം തിരുവല്ലത്തോ, തിരുമുല്ലവാരത്തോ, തിരുനെല്ലിയിലോ, തൃക്കാക്കരയിലോ, തിരുനാവായിലോ, രാമേശ്വരത്തോ എവിടെയായിരുന്നാലും അത് ചെയ്ത് അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണം. അത് പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാവും. സന്താനഭാഗ്യം, തൊഴിൽ, ബിസിനസ്, ആരോഗ്യം, ഇതിനെയൊക്കെ ബാധിക്കും. പിതൃക്കളുടെ അനുഗ്രഹം നമ്മൾ നേടിയെടുക്കുക എപ്പോഴും നിഴൽ പോലെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയം. തിലഹോമം 3 മാസമെങ്കിലും അമാവാസി ദിവസത്തിൽ ചെയ്യുന്നത് വളരെ വളരെ വിശേഷമായിട്ടുള്ള കാര്യം.
കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവും ചെയ്യുക. ശിവഭഗവാന് അഭിഷേകം അല്ലെങ്കിൽ ധാര ചെയ്യുന്നത് വളരെ ഉചിതമാണ്. വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്, പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർ, ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചു പോകാനുള്ള ദൈവാധീനം നമുക്ക്. ഷഷ്ഠി വ്രതമായിരുന്നാലും, പ്രദോഷ വ്രതമായിരുന്നു, ഏകാദശി വ്രതമായിരുന്നു, പൗർണമി വ്രതമായിരുന്നാലും, ഏതായിരുന്നാലും നമ്മുടെ ഇഷ്ടം. പക്ഷെ വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അനാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ലളിതമായിട്ടുള്ള വ്രതങ്ങളെടുത്ത്, കഠിന വ്രതം വേണ്ട, അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പ്രായേണ ചില പ്രശ്നങ്ങളിൽ ഉഴലുന്ന മനോവ്യഥകൾ മാറ്റിയെടുക്കാൻ പറ്റും. സ്നേഹബന്ധങ്ങൾ, അഫെയർ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുക, ബ്ലോക്ക് ചെയ്യുക, ഫോൺ വരെ, മനസ്സ് തോറും ചില നല്ല പാർട്ട്ണർഷിപ്പ് മേഖലയിൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് ഇനി പൊളിഞ്ഞു പോവില്ല എന്നുള്ള അവസ്ഥ. പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ചിലരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ചില പ്രശ്നങ്ങളെ വലിച്ചഴയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം സംഘടനാ മേഖലകളിൽ നിൽക്കുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകും. കാരണം നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, ഗുഡ് വില്ലൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം വരുമ്പോൾ നമ്മളെ ഒഴിവാക്കി നിർത്തുന്നു. സോ ഗ്രൂപ്പിസം അല്ലെങ്കിൽ പാരവയ്ക്കൽ എന്ന് പറയും. ഇവിടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളോടൊപ്പം നിൽക്കാതെ നമുക്ക് ഡീപ് പ്രൊമോഷൻ, കീഴോട്ട് പോകേണ്ട അവസ്ഥ വരും. കളഞ്ഞിട്ട് പോണോ വേണ്ടേന്ന് വരെ തോന്നി. ഇവിടെയെല്ലാം ഈ ഗുരുവിൻ്റെ മൗഢ്യം നമ്മളെ ബാധിക്കുന്നുണ്ട്. ബുധൻ വളരെ അനുകൂലമായിട്ട് നിന്നാലും ഗുരുവിൻ്റെ മൗഢ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെയോ വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും പല തടസ്സങ്ങളാണ്. പഠനത്തിലായിരുന്നാലും, തൊഴിലിനായിരുന്നാലും, ബിസിനസ്സിലായിരുന്നാലും, ടൂർ, വിശ്രമമായിട്ടുള്ള യാത്രാവേളകളായിരുന്നാലും ശരി തന്നെ തടസ്സങ്ങൾ മാറാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഗൃഹത്തിൽ ലക്ഷ്മി ചക്രം, മഹാലക്ഷ്മി ചക്രം വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയും അതോടൊപ്പം ശരിയായിട്ടുള്ള കാലഹോരയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. ശുക്രൻ്റെ, ആദിത്യൻ്റെ, ഗുരുവിൻ്റെ കാലഹോര സമയത്ത് യാത്രകൾ പോവുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് പ്രധാനമായിട്ടുള്ള കാര്യം ചതുർക്രിയാ സമർപ്പണം നടത്തുക. അമൃത്, കടലാടി, എള്ള്, അതോടൊപ്പം തന്നെ ചമത, ഇത് ഉഴിഞ്ഞ് മഹാസുദർശന ഹോമത്തിൽ ഉപചാര സമർപ്പണം ചെയ്ത് ശാപം, പാപം, ബന്ധനം, അതോടൊപ്പം സ്തംഭനം ഇത് തീർക്കുക. വശ്യഭാവം, കൈവിഷഭാവ ദോഷങ്ങൾ കൊണ്ട് ഗൃഹത്തിൽ പരസ്പരം പൊരുത്തപ്പെട്ടു പോകാതെ ചിലരുടെ ബോധപൂർവമായിട്ടുള്ള ശ്രമം, വശ്യത, കൈവിഷമോ ഏതെങ്കിലും തരത്തിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ നടത്തിയെടുക്കാനുള്ള ദോഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്കുണ്ടെങ്കിലാണ്. ബന്ധനം, അവർ പറയുന്നതേ കേൾക്കൂ, അയാൾ പറയണതേ കേൾക്കൂ, അയാൾ വിളിച്ച മദ്യത്തിന് അടിമപ്പെട്ടു, ഈ തരത്തിലുള്ള ചില കുരുക്കുകളുണ്ട്, അത് മാറ്റിയെടുക്കേണ്ട സമയമാണ്. ഇതിന് നരസിംഹ പൂജ ചെയ്ത്, ഉഗ്ര നരസിംഹ പൂജ ചെയ്ത് ശ്രീ മഹാ തൃശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ച് വിളക്ക് കത്തിക്കുകയോ ചെയ്യും. ഈ വക പ്രശ്നങ്ങളുണ്ടായി സംഘർഷത്തിൽ നിൽക്കുന്നവരിൽ വളരെ നല്ല മാറ്റം പഴയ ആളിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.